ഹലോ ഗൈസ്, നിങ്ങളുടെ കുറച്ച് സമയം എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെക്കണം. പറഞ്ഞു വരുമ്പോൾ അതെൻ്റെ ഒരു മണ്ടത്തരമാണ്. പക്ഷെ എന്നെപ്പോലുള്ള മണ്ടികൾക്ക് അത് ഉപകാരപ്പെടും. കാര്യം പെട്ടെന്ന് അത് മനസ്സിലാകണം എന്നില്ലെങ്കിലോ, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. എനിക്ക് ഗൂഗിൾ പേയിൽ ഈയിടെ ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് 2 ഡോക്ടർ ഷീറ്റിന് 2 സൺസ്ക്രീൻ മേടിക്കുന്ന സമയത്ത് ഒരെണ്ണം ഫ്രീ. അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടെ 3 പെൺപിള്ളേരുണ്ട്. ഇവിടെ ആണുങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. 3 മേടിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ 2 ഓർഡർ ചെയ്തു. പേയ്മെൻറ്റും ചെയ്തു. 700 സംതിങ് എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഞാൻ പേയ്മെൻറ്റും ചെയ്തു. അപ്പം എൻ്റെ പുതിയ ഫോണിലോട്ട് എൻ്റെ വാട്സപ്പ് ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പഴയ ഫോണിനകത്ത് തന്നെയായിരുന്നു എൻ്റെ വാട്സപ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ചാറ്റൊക്കെ ക്ലിയർ ആകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. പക്ഷേ അപ്പം അതിനകത്ത് ഡോക്ടർ ഷീറ്റിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടില്ല. പിറ്റേ ദിവസം ഞാനും ആതിര ചേച്ചിയും കൂടെ ആതിര ചേച്ചിയുടെ വീട്ടിലോട്ട് പോയ സമയത്ത് എനിക്കൊരു കോള് വന്നു. അപ്പം കോള് വന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കണ്ട കോളിലോട്ട് തിരിച്ച് വിളിച്ചു. അപ്പം തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു ജ്യോതികയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജ്യോതികയാണ്, ഇംഗ്ലീഷിലാണ് കേട്ടോ സംസാരിക്കുന്നത്, ജ്യോതികയാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു ഡോക്ടർ ഷീറ്റിൻ്റെ ഇതുപോലെ സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. ചെയ്തതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു ഇതേപോലെ പിൻകോഡും പറഞ്ഞു. അപ്പം എനിക്ക് ഓക്കെ, പിൻകോഡും പറഞ്ഞു. എൻ്റെ പിൻകോഡ് എങ്ങനെ കിട്ടാനാ, ഞാനൊന്നും ചിന്തിച്ചില്ല. അത് വേറൊരു സത്യം. അതിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം അവരെന്നോട് പറയുകയാണ് ഇതുപോലെ ഡെലിവറി പാർട്ട്ണറിനെ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ട് എന്തോ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ റീഫണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് ഈ ഓൺ കോളിൽ തന്നെ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കേട്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നി. ഞാനെന്ത് ചെയ്തു, ഞാൻ ആ പാവം പിടിച്ചവരോട് തന്നെ ചോദിച്ചു നിങ്ങൾ ഫ്രോഡാണോ? അവര് പിന്നെ ഫ്രോഡാണെങ്കിലും പറയുമല്ലോ. എന്നോട് സത്യം തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞു അല്ല മാം ഓർഡർ ചെയ്തതല്ലേ, ഞങ്ങൾ ഡോക്ടർ ഷീത്തിൻ്റെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ ഞാനങ്ങ് വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു എനിക്ക് 749 രൂപ ഒന്ന് പേയ്മെൻറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ എൻ്റെ EMI അടയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ തിരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഞാനത് പേ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു മാം അയ്യോ മാം എന്തിനാ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാനടുത്ത് പെട്ടെന്ന് അവർ വെക്കുമല്ലോ, കാര്യം കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മാം ഇതുപോലെ ഇത്ര 0.5 പൈസയും കൂടെ ആഡ് ചെയ്തിട്ട് വേണമായിരുന്നു അയക്കാൻ. മാം ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ആ പൈസയും കൂടെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടെ ആ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴത്തേനും അവർ പിന്നെ എന്നോട് പറയണം അയ്യോ മാം ഞങ്ങൾക്കൊരു കോഡ് കൂടെ വേണമായിരുന്നു, കോഡ് കൂടെ വെച്ചിട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അവർ പിന്നെ എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെയും സംശയം തോന്നി. പക്ഷേ ഇത്രയും പൈസ പോയപ്പോൾ എൻ്റെ പൈസ എനിക്ക് തിരിച്ച് കിട്ടണമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ പിന്നെയും അവർ പറഞ്ഞ പൈസ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം അവർ പറഞ്ഞു ഓക്കെ മാം താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നോട് 2 മിനിറ്റ് വന്നു. അപ്പോഴത്തേനും ഞാൻ ആകെപ്പാടെ ഇച്ചിരി ടെൻഷനിൽ നിൽക്കുവാണ്, ആകെപ്പാടെ കിളി പോയി നിൽക്കുവാണ്. എന്നാലും പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അവർ അടുത്തത് എന്നോട് പറയുവാണ് മാമിൻ്റെ സേവിങ് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് ആയതുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിലോട്ട് മിനിമം 5000 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലോട്ട് ഇല്ല താനും, ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തോ ഒരു ചെറിയ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ല പറ്റത്തില്ല, എനിക്ക് തരാൻ പറ്റത്തില്ല, എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് തിരിച്ചാണ്, എനിക്ക് ഓർഡർ എനിക്ക് ചെയ്യണ്ട, ഞാൻ ക്യാൻസൽ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മണ്ടത്തരം എനിക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാനൊരു ട്യൂബ് ലൈറ്റ് ആണ്, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം മനസ്സിലാകുകയുള്ളൂ അല്ലേ യദുകൃഷ്ണ. അപ്പം എൻ്റെ ഏട്ടായി എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് കൂടുതൽ ഞാൻ പെട്ടെന്ന് ഞാൻ കൺവിൻസ്ഡ് ആകും ആരെന്ത് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനായി. അപ്പം ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. അപ്പോൾ പിന്നെയും ഞാൻ വിളിച്ചു. അല്ല, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ എന്നോട് പിന്നെ അവരെന്നെ വിളിച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞു മാം അന്നെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ അവർ വെച്ചു. ഞാൻ എന്തെടുത്തു, എൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. അവൻ വിളിച്ചിട്ടൊന്നും അവരെടുക്കുന്നില്ല. നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പൈസ അത്രയും പോയി ഗൈസ്.
സങ്കടമൊന്നുമില്ല. എന്റെ മണ്ടത്തരം കൊണ്ടാണ്. പിന്നെ ആകെയുള്ള സമാധാനം അവര് അത്രയും കഷ്ടപ്പെട്ട് എന്നെ ചതിച്ചതല്ലേ. അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പാവപ്പെട്ടവരായിരിക്കും ചിലപ്പം. അവരിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരതുപോലെ പാവപ്പെട്ടവരായിരിക്കാം എന്നുള്ള സമാധാനത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ കണ്ടവരും കേട്ടവരും ഒക്കെ ഇതിന് തിരിച്ച് വന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഡോക്ടർ ഷീറ്റിന്റെ ശരിക്കുള്ള ഒഫീഷ്യൽ പേജിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ജ്യോതിക ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ഷിപ്പ് എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോളോ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വരില്ല, വിളിച്ചാരും പറയത്തില്ല, നിങ്ങൾ OTP ഒന്ന് ഷെയർ ചെയ്ത്. ഞാൻ OTP ഒന്നും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം OTP ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. മെസ്സേജ് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കത് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാനത് കണ്ടിരുന്നില്ല. എന്തായാലും ദൈവം സഹായിച്ച് എൻ്റെ പൈസ പോയി. നന്നായി വരട്ടെ അവരെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് ആ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. കാര്യം എന്നെപ്പോലെ കുറേ പേര് കാണും. ഇപ്പോഴത്തെ നമ്മൾ ചിലപ്പം ഒന്നാമത് ആ ഒരു ദിവസം ഞങ്ങൾ കുറച്ച് ടെൻഷനിലായിരുന്നു ആതിര ചേച്ചിയുടെ വീട്ടിൽ ചെന്നതും നിന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. പക്ഷേ ഞാൻ എന്താ ഇവ പറയുന്നത്, പക്ഷേ കയ്യിലെ പൈസ പോയി. എനിക്ക് നല്ല വിഷമമുണ്ട്. പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു തരത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന സമയത്ത് ഗൂഗിൾ പേക്കാർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ അയക്കണ്ട, ഇത് ഫ്രോഡാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജൊക്കെ വന്നു. അപ്പം ഞാൻ അവരെ വിശ്വസിച്ചില്ല. ഗൂഗിൾ പേക്കാരെ ഞാൻ വിശ്വസിക്കാതെ ഫ്രോഡായിട്ടുള്ള അവരെ ഞാൻ വിശ്വസിച്ച് ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുത്തു. അപ്പം മണ്ടത്തരങ്ങളുടെ പെരുമഴയായിരുന്നു ഇത്. അപ്പം ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഇങ്ങനെ എന്നെ പോലെ മണ്ടിയാകരുത് ആരും. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ആരെങ്കിലും വിളിക്കുവാണെന്നുണ്ടെങ്കിൽ പൈസ തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയാം. കഴിവതും ക്യാഷ് ഓൺ ഡെലിവറി തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സംശയം വന്നേക്കുന്നത്, എൻ്റെ പേരും ഇതുപോലെ പിൻകോഡും ഒക്കെ, കാര്യം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നു എന്നുള്ളത് അവരെങ്ങനെ മനസ്സിലായില്ലെന്ന് ഇതൊക്കെ അതിനൊക്കെ പറ്റും എന്നുള്ളതൊക്കെ അറിയാം. എന്നാലും അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യമാണല്ലോ എന്നുള്ളൊരു ഇത് ചിന്തിച്ചത്. എന്തായാലും ഇവിടെ വീട്ടിലുള്ളവർക്കെല്ലാം എന്നെ ക്രൂശിക്കാൻ ഒരു വകയായിരുന്നു 2-3 ആഴ്ച. എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം ഞാൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന എൻ്റെ പൈസയാണ്. ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചൊരു പൈസയായിരുന്നു. പിന്നെ അവർക്കത് നല്ലതിന് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ ബായ്. ഈ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കും. അത് വന്നു കേട്ടോ, സൺസ്ക്രീൻ വന്നിട്ടുണ്ട്. പക്ഷേ 2 എണ്ണേ വന്നുള്ളൂ. എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.